ശരിയായോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അല്ല സ്ത്രീകളും അതിൽ ഡ്രസ്സ് ഇട്ടാണ്ട് നടക്കാൻ പാടില്ലല്ലോ, നടക്കാൻ പാടുണ്ടോ? അതന്നെ വലിയൊരു ഘടകമല്ലേ. കാരണം സ്ത്രീകൾ ഇങ്ങനത്തെ ഒരു പെങ്ങൾക്കാണെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് വെച്ചിട്ട് അയച്ചിട്ട് നടക്കാൻ പറ്റുമോ? നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് വെച്ചിട്ട് നമുക്കൊക്കെ എന്താ പറയുക അയച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ സ്വാതന്ത്ര്യം തന്നെ കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തുക മൂപ്പര് പറഞ്ഞതും കുറച്ച് കൂടുതലാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ സ്ത്രീകളെ കാര്യം നോക്കുമ്പോൾ സ്ത്രീകളിപ്പോൾ ഈ അങ്ങാടിയിൽ എത്ര പോരം പെണ്ണുങ്ങൾ നടക്കുന്നുണ്ട്, മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ നേരെ മറിച്ചിട്ട് ഒരു ലെങ്ത്ത് കുറവില്ല ഡ്രസ്സ് ഇട്ടാണെന്ന് നോക്കട്ടെ, കംപ്ലീറ്റ് ആൾക്കാർ അവർ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? അതിമ കാമ്പുണ്ട്, അപ്പോൾ അവിടെ നോക്കൂ. കാമ്പില്ലെങ്കിൽ നോക്കൂല അല്ലേ? അങ്ങനെയാകുമ്പോൾ അത്തരത്തിൽ അതൊരു നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് നമ്മളെ കുടുംബം നമുക്കുണ്ട്, മാതാവുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്കെതിരെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കോടതിക്കോ അല്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മളെ മാതാവിനെയും നമ്മളെ ഭാര്യനെയും നമ്മളെ പെങ്ങന്മാരെ എങ്ങനെ കൊണ്ടുനടക്കണം നമ്മളെ നോക്കേണ്ടത്. നമ്മളെ പെങ്ങന്മാർ ഇതേ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാണാനുള്ള ഒരു കാഴ്ച വസ്തു അത്രയായിട്ടേ കാണുള്ളൂ. പരാമർശം എന്ന് പറഞ്ഞാൽ നമ്മളെ പെങ്ങന്മാർ ഇപ്പോൾ പോകുമ്പോൾ ഇതേമാതിരിക്ക് ഡ്രസ്സ് ഇട്ടാണ് പോകുമ്പോൾ നമ്മളെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വേറെ ആൾക്കാർ അതിന് കമൻറ്റ് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ ഒരു മീഡിയയിൽ കൂടെ മൂപ്പര് പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു, അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും ഇതിന് കമൻറ്റ് അടിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാവരും, ഞാനടക്കം എല്ലാവരും. ബോച്ചൊക്കെ അങ്ങനെ ആരാധന ചെയ്യാം, ഞാൻ ഇന്നെ തന്നെ ഒരു ആരാധകനാണ്. ഈ പ്രവർത്തനങ്ങളെ അങ്ങേര് നല്ല പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കണ്ടേ. അദ്ദേഹം ജയിലിലായി പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവരുണ്ട്, തെറ്റ് ചെയ്യാത്തവരുമുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ല. അദ്ദേഹം ഇന്നലെ ജയിലിൽ മോചിതനായെങ്കിലും ജാമ്യം കിട്ടിയെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല. ഇന്നാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. തയ്യാറ് മാപ്പ് അപേക്ഷിച്ചു. അതന്നെ ഞാൻ പറഞ്ഞു, മൂപ്പര സംസാരം മൊത്തം ക്ലിയർ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. മൂപ്പര സംസാരത്തിന് കുറേ പാളിച്ചകളുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. സംസാരത്തിൽ കുറച്ച് ഓവർ തന്നെയാണ് മൂപ്പര്. കാരണം അങ്ങനെ ഒരു മീഡിയൻ്റെ മുമ്പിൽ എല്ലാവരെയും കൂടി അത് നമ്മളെ വ്യക്തി ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ എന്താണെന്നുള്ളത് നാട്ടിൽ വിലയിരുത്തും. അങ്ങനെ മൂപ്പരെ നാട്ടിൽ വിലയിരുത്തി മൂപ്പരെ ഈ സംസാരത്തിൽ അത്രയും കാണുന്നുള്ളൂ. ഇമേജ് താഴെ പോകുന്നൊരു കാഴ്ചയായിരുന്നു. മൂപ്പരെ ഇമേജ് ഒരിക്കലും താഴെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൂപ്പരെ ഈ ചെമ്മണ്ണൂർ ഗോൾഡിനെ പറ്റിയിട്ടൊന്നും മൂപ്പര് ഒരു പരസ്യം ചെയ്യാത്ത ആളാണ്. മൂപ്പര തന്നെയാണ്, മൂപ്പര ബ്രാൻഡാണ്, മൂപ്പരാണ് അതിൻ്റെ പരസ്യം. മൂപ്പരിപ്പോൾ ഈ ജയിലിൽ പോയാണ്ട് മൂപ്പർക്ക് ഒന്നും കൂടി കയറിയിടും. ഇപ്പോൾ ഏത് ന്യൂസ് തുറന്നിട്ടുണ്ടെങ്കിൽ ബോബി ചമ്മണിനും പറ്റിയ മൂപ്പര് ഫേമസ് ആവുകയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് മൂപ്പര് ഫേമസ് ആയി പോയിട്ടുള്ളൂ. മൂപ്പര് മുകളിൽ തന്നെ പോകണുള്ളൂ. ജയിലിൽ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാതിരുന്നത് മകരജ്യോതി ഉള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ചാനലിൻ്റെ ഇത് കിട്ടൂല. മൂപ്പര് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് എന്തായിട്ട് ഇന്നും അയാളെ ചർച്ച വന്നല്ലോ. അല്ലെ ഇന്നലെ തന്നെ ഇപ്പോൾ ഈ ചർച്ച കഴിഞ്ഞില്ലേ? മൂപ്പര് ഇറങ്ങിയാൽ മൂപ്പർക്ക് ഒരു പബ്ലിസിറ്റി കിട്ടി. സന്തോഷ് പാണ്ഡ്യ പടർത്തപ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നത്? ലാസ്റ്റ് മൂപ്പരായിമെന്ന് ക്ലിക്കായില്ലേ? അതെന്താണ് പബ്ലിസിറ്റി കൂടി. അപ്പോൾ ഇതിന് എല്ലാ ജനങ്ങൾ കാണുന്ന. അപ്പോൾ ഇത് ഇപ്പോൾ ഇപ്പോൾ അർജുൻ മരിച്ചു, അത് നമ്മൾ നേരം വെളുക്കുമ്പോൾ ഈ TV നോക്കുന്നതിന് അർജുനെ കിട്ടിയോ എന്നാണ്. അർജുൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ആരും ശ്രദ്ധിക്കാതായി. അതേമാതിരി തന്നെ ബോച്ച ഒരു ദിവസം കൂടി മൂപ്പര് അവിടെ കടന്നു വെച്ചിട്ട് മൂപ്പർക്ക് ഒരു നഷ്ടം വരായി, മൂപ്പർക്ക് ഒന്നുകൂടി കൂടി, അത്രേ ഉള്ളൂ. പക്ഷേ നിയമത്തിനെ വെല്ലുവിളിക്കുകയല്ലേ കോടതി എന്ന് പറയുന്ന രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന് ഉന്നയിച്ചത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, കോടതിയുടെ മുകളിലല്ല ആരും എന്നുള്ള, നിയമത്തിന് മുകളിലല്ല ആരും എന്നാണ്. ഞാൻ സാധാരണക്കാരനെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അറിയോ? അപ്പോൾ കുറച്ച് പൊന്തി നിൽക്കുന്ന ആൾക്കാരെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ മൊത്തം അറിയും. അതെനിക്ക് ഇമേജ് അല്ലേ, അവരെ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മുടെ ഒരു പ്രതികരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ബേബി ചെമ്മണ്ണൂർ നല്ലൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് അയാളൊരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ അവരൊന്ന് പറയും, അല്ലാതെ വേറൊന്നുമില്ല. അത് നമ്മൾ ആസ്വദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾ തമാശ പറയുമ്പോൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. തമാശ അല്ലാതെ അതിൽ കൂടുതലൊന്നും അയാൾ പറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നത് ഒരു കോടതി അടക്കം ജയിലിലാക്കുകയും അദ്ദേഹത്തെ രൂക്ഷമായ വിമർശനമൊക്കെ ഏൽക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു സ്ത്രീക്കെതിരെ ബോഡി ഷെയിം പരാമർശം നടത്തുന്നത് ശരി? സ്ത്രീകൾക്കെതിരെ അങ്ങനെ പരാമർശം നടത്തിയോ എനിക്ക് തോന്നുന്നില്ല. അതൊരു തമാശ പറഞ്ഞു, അത്രേ എനിക്ക് തോന്നിയുള്ളൂ കണ്ടപ്പോഴൊക്കെ. നമ്മൾ റോസിൻ്റെ വസ്ത്രദാനത്തെക്കുറിച്ച് പറയാനുള്ളത്
വളരെ മോശം അഭിപ്രായമാണ്. വസ്ത്രധാരം അവളത് ശരിയല്ല. അതുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രകടനം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. ഏതായാലും അപ്പോൾ ഈ ജയിലിലാക്കിയ നടപടി ശരിയായില്ല, അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ശരിയായില്ല. ഒരു മാപ്പ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് പറഞ്ഞിട്ട് വിട്ടാമായിരുന്നു. നിലപാട് എന്ന് പറഞ്ഞാൽ ഇത്ര വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഒരു ജയിലിലൊന്നും പോകേണ്ട ഒരു കണ്ടീഷൻ ഇല്ല. അതിലും മോശപ്പെട്ട സംഗതികൾ പറയുന്ന എത്ര ആളുകൾ ഇവിടെ ഉഷാറായി നടക്കുന്നുണ്ട്. കുറച്ചൊരു ഓവറായോ എന്ന് സംശയമുണ്ട് നടപടികൾ, അത്രേ ഉള്ളൂ. ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലപ്പുറം സംഗതികളൊക്കെ നടക്കില്ല. എന്നാലും കുറച്ചും കൂടി ഒക്കെ ഒരു ഇത് സോഫ്റ്റായി ചെയ്യാമായിരുന്നാണ് എൻ്റെ നിരീക്ഷണം. ഈ ഹണി റോസിന്റെ വസ്ത്രദാനത്തെ കുറിച്ച് അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഇവിടെ ആർക്കും ഏത് വസ്ത്രവും ധരിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യലില്ല. പക്ഷേ അദ്ദേഹം ജയിലിലായി, അദ്ദേഹത്തിന് ഇന്നലെ ജാമ്യം ലഭിച്ചു, ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല. ഇന്ന് അദ്ദേഹത്തിന് രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. അത്തരത്തിൽ പാവപ്പെട്ടവനും മുതലാളിമാർക്കും ഒരു നിയമം അങ്ങനെയൊന്നുമില്ലല്ലോ. എന്താണ് ആ ഒരു വിഷയത്തിൽ അദ്ദേഹം നിയമത്തിന് അതീതനം തന്നെ? അല്ല, നിയമത്തിന് അതീതനാണ് എല്ലാവരും, നിയമത്തിന് അതീതനാണ്. പക്ഷേ ചില ഇരട്ട സംഗതികളൊക്കെ നടക്കുന്നുണ്ട് മൊത്തത്തിൽ. നിയമം നമ്മൾ എല്ലാവർക്കും ഒന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതുപോലെയല്ലല്ലോ നടക്കുന്നതൊന്നും. പാവപ്പെട്ടവന് എല്ലാവിധ സംരക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ ശരിക്കും യഥാർത്ഥത്തിൽ. പിന്നെ അതിൽ കുറച്ചും കൂടി ഇതെടുത്തു എന്ന് മാത്രം, റിസ്ക് എടുത്തു എന്ന് മാത്രം അദ്ദേഹം. അല്ലല്ലല്ല, ഞാൻ ആരെയും ആരാധനയല്ല. അദ്ദേഹത്തിൻ്റെ നയങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഇത്രയും ഒരു ചെറിയൊരു വർത്തമാനത്തിൻ്റെ പേരിൽ ഇത്രത്തോളം രൂക്ഷമായ ശിക്ഷാ നടപടികളൊക്കെ എന്നുള്ളത് വലിയ മോശമാണ് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ എന്നുള്ള മാത്രം അഭിപ്രായം. ഞാൻ അയാളെടുത്ത് തെറ്റ് കണ്ടിട്ടില്ല. ഇത്രയോ അയാളെ ഗുണങ്ങൾ ആരും എടുത്ത് കാണുന്നില്ല. അയാൾ ചെയ്ത ഗുണങ്ങൾ, അയാളൊരു വിഷയം എങ്ങനെ പറഞ്ഞാൽ അത് എന്നോ പറഞ്ഞ് ഇപ്പോൾ പൊന്തിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടാവും. അല്ലാതെ ഒരു തെറ്റ് സ്ത്രീകളെ ആക്ഷേപിക്കല്ല. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അയാളെ കൂളായിട്ടുള്ളപ്പോഴും യാതൊരു ഇതുമില്ല, കൂളായിട്ടാണ് അയാൾ നിൽക്കുന്നത്. എന്താ വെച്ചാൽ അയാൾ ചെയ്ത ഓരോ ഗുണങ്ങളും ഇപ്പോൾ നമുക്കറിയാം. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വേറെ ഏത് കേസാണെങ്കിലും അയാളെ കണ്ണും ചുമ്പി ചെയ്യണം. പിന്നെ ഒരാളെടുത്ത് പൈസ ഉണ്ടിച്ചിട്ട് അതിന് നമ്മൾ കിബിറ് അടിക്കരുത്. എന്താ വെച്ചാൽ ഉണ്ടായാലല്ലേ അവന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഇപ്പം എന്നോട് വന്ന് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധ ചെയ്യണം. ഒരാളെ കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇപ്പം എനിക്ക് കൊടുക്കാം എളുപ്പമുണ്ട്, ഈസി ആയിട്ട്. അത് ശരിയല്ല. നമ്മൾക്ക് മേലെ ഒരാളുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്ക തന്നെ നോക്കുകയാണ്. നിങ്ങൾ ഇവിടെ കൊന്നുകാണ്ടിരിക്കണേ ഇപ്പം നിങ്ങളും ഞാനും ചെയ്തിട്ടാ അല്ല, അത് മേലുണ്ട് ഒരാൾ. ഈ അന്തരീക്ഷത്തിന് ഒരു പവറുണ്ട്. ആ പവർ കുറേ വിട്ട് വരും. ലാസ്റ്റ് ഒരു പട്ടങ്ങൾ പറപ്പിച്ചാൽ കുറേ അണുക്ക മാറും. പിന്നെ കയറ് പിടിച്ച് അങ്ങോട്ട് താഴത്തേക്ക് വരും. ഓപ്പല്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധ നമ്മളെല്ലാം ചിന്തിച്ചിട്ടാണ്. ഒന്നിനും എടുത്തിയാടരുത്, ഒരു കാര്യത്തിനും എടുത്തിയാടരുത്. അയാളൊരു മനുഷ്യനാണ്. അയാളെടുത്ത് തെറ്റ് പറ്റിയിരുന്നു. തെറ്റ് ഞങ്ങൾക്ക് നിങ്ങൾ പേരെന്താണ്? ബാബു, മീഡിയ വിഷൻ. പിന്നെ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഒരു മുസ്ലിമാണ്. പക്ഷേ എനിക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, യഹൂദി എന്നൊന്നുമില്ല. എല്ലാവരും, ഞാനൊരു ജമാഅത്ത് ഇസ്ലാമി അനുഭാവിയാണ്. അതിക്ക് കിടക്കണമെങ്കിൽ ഇനി 70 കൊല്ലം വേണം. ഇനി എൻ്റെ 70 വയസ്സാണ് അതിൻ്റെ നിയമത്തിൽ കൂടി പോകണമെങ്കിൽ. പക്ഷേ ഞാൻ അതിനോട് അനുകൂലിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവരുടെ പ്രവൃത്തിയാണ് ഞാൻ നോക്കിയിട്ട്, അല്ലാതെ ഞാൻ അതിൽ മെമ്പറൊന്നുമല്ല. അവ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മളൊന്ന് ചിന്തിക്കുക. എങ്ങനെ ഒന്ന് നമ്മളെ ബ്രെയിനിൽ കൊടുക്കുക. എന്താണിത്? നമ്മൾ വസ്ത്രദാനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? വസ്ത്രധാരണം ശരിയല്ല. അതായത് ഇപ്പോൾ ആ സ്ത്രീനെ നിങ്ങൾ കൂടുതൽ നോക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു മറച്ച സ്ത്രീ നോക്കണില്ല. എന്നതിനകത്ത് മറക്കാത്തൊരു സ്ത്രീ ആകുമ്പോൾ നമ്മളൊന്ന് നോക്കും. ആരും നോക്കും. ഏത് സന്യാസിയായാലും മുത്തവായാലും ക്രിസ്ത്യാനി അച്ഛനായാലും ഒന്ന് നോക്കും. അപ്പോൾ അതിന് നമ്മളൊന്ന് മറച്ചു വെച്ചാൽ അതൊരു ഭർത്താവിന് മാത്രം കൈകാര്യം ചെയ്യാനുള്ള, സ്വന്തം ഭർത്താവിന് മാത്രം കൈകാര്യമാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. അത് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അഞ്ചിന് പറ്റില്ല, പിന്നെ വാപ്പാക്ക് പറ്റില്ല, ആങ്ങൾക്ക് ഇൻ്റാണെന്ന് പറയാൻ പറ്റില്ല. ദൈവം ഏത് ജാതിയിലായാലും ദൈവം കൊടുത്തിട്ടുള്ള ഒരാളെ സ്വന്തം സ്വത്ത് ഭാര്യയും. അത് നമ്മൾ ആ ബെഡ്റൂമിൽ നമുക്ക് സുഖിക്കാനും നമ്മളെ പ്രശ്നമായിട്ട് ടെൻഷനായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് കാട്ടി പവറെടുക്കാനല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്ത്രീ, എൻ്റെ അമ്മ സ്ത്രീയാണ്, എൻ്റെ പെങ്ങന്മാർ സ്ത്രീ, എൻ്റെ ഭാര്യ സ്ത്രീയാണ്. അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. അവരെ അടിക്കാൻ പാടില്ല, അവരൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഞാനിവിടെ ഉള്ള ആളെ ഞാൻ ഇവിടെ സ്ത്രീകൾ കിടക്കാണ്ട് അപ്പം റോട്ടിൽ പോലീസ് വണ്ടി എടുത്തിട്ടുണ്ട്. അത് കടത്തിയുള്ളൂ. അതാണ് എൻ്റെ നന്മയാണ്, മറ്റുള്ളതല്ല.
മറ്റ് പിന്നെ ഒരാളെ പറ്റി ഇങ്ങനെ വെറുതെ നമ്മൾ വീണോടുത്തിട്ട് ചവിട്ടരുത്. എന്തായാലും ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ്. ഈ ഒരു ജയിലിൽ പോയതും ഏത് കോടീശ്വരനാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്ത അതാണ് നീതി. തെറ്റ് ആര് ചെയ്തിട്ടുണ്ടോ അവന് ശിക്ഷിക്കപ്പെടണം. അത് ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടും, അത് ആരായാലും. ബോച്ചൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം മൂപ്പരെ ചാരിറ്റി, മൂപ്പര് എന്ത് കാര്യത്തിലും പൊതുവായി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് മുന്നിൽ നിന്നപ്പോൾ നമ്മളെ റെയിംസിൻ്റെ വിഷയത്തിലൊക്കെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടാണ് ഇത്രയും കൊടി പിരിച്ചത്, ഇത്രയും പിന്തുണ അതിന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പേര് അങ്ങ് വ്യക്തിനെ ഇതാക്കുന്നുണ്ട്. പിന്നെ മൂപ്പര ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മൂപ്പരൊക്കെ ഒരു തമാശയായിട്ട് പറഞ്ഞ ആളായിട്ട് നമ്മളേതൊരു വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പറഞ്ഞല്ലാണോ എൻ്റെ ഒരു അഭിപ്രായം. മൊത്തത്തിൽ തമാശയായിട്ട് പറഞ്ഞ ഒരു വ്യക്തി നമ്മളുണ്ടല്ലോ, ആൾക്കാരങ്ങനെ വേദിയും ഇതൊക്കെ ഒരു നമ്മളൊരു ചർച്ചയിൽ നിൽക്കുകയാണെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ ഒരു തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഓലൊക്കെ ഒരു തമാശയായിട്ട് മൂപ്പര അഭിപ്രായം പറയുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്ത്രീക്കെതിരെ അധിക്ഷേപം നടത്തുന്നത് ശരിയാണോ? ഒരു നടിക്കെതിരെ അത്തരത്തിൽ വസ്ത്രദാനത്തെക്കുറിച്ച് പറയുന്നത് ഒരു ബോഡി ഷേമിംഗ്? പിന്നെ അത് പിന്നെ അധിക്ഷേപണം നമ്മളൊക്കെ തമാശയായിട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞല്ലോ. അത് എന്താ വെച്ചാൽ തള്ളിക്കളഞ്ഞല്ല, ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറൊക്കെ ആയിട്ടുണ്ടാവില്ല പ്രസ്ഥാനം നടന്നിട്ട് 6 മന്ത് ആയിട്ടുണ്ടാവും. ഈ ചാനലുകാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സ്ത്രീ ഇതിൻ്റെ ആൾക്കാരോ ആരും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ വ്യക്തി പരാതി പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വ്യക്തിയുടെ കൂടെ നിന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അന്ന് വ്യക്തി ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളതിൽ മനസ്സിലാക്കണം. 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ചാനലുകാരായാലും ശരി സ്ത്രീ സംഘടനകളായാലും ശരി എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ബോച്ചയുള്ളൊരു വ്യക്തിക്കാണ് നമ്മളെപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. അയാളെ ചാരിറ്റി ആയാലും അയാളെ പ്രവർത്തനം എന്തിനും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരിത്. അതുപോലെ ഒരു മൂപ്പരത്ത് ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്തല്ലേ ഒരു വാക്കുപിഴ അല്ലെങ്കിൽ നാക്കുപിഴ സംഭവിച്ചാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹണി വസ്ത്രദാനത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ? ഞാൻ അങ്ങനത്തെ ഒരു ഇത് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്ക് ഇല്ല, അത് അവരൊരു പിന്നെ ഇന്ന് അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്നുള്ള ആൾക്കാർ കൊണ്ടുണ്ടാവുക, അത് ഓരോ അത്ര വ്യക്തിപരമായതാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. എനിക്ക് അത്ര ഇതിനോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ വാച്ച് ചെയ്യാറുമില്ല. പക്ഷേ ബോച്ചയുള്ള വ്യക്തിപരം മൂപ്പര പ്രവർത്തനത്തോട് താല്പര്യമുള്ള വ്യക്തിയാണ്. അങ്ങനെയൊക്കെ താങ്കൾ പറഞ്ഞു താങ്കൾ ബോച്ചയുടെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞു. ആരാധകനല്ല, മൂപ്പര പ്രവർത്തികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാധിക്കണം, ഞാൻ ആരും അങ്ങനെ ആരാധിക്കണവരല്ല. നിങ്ങളൊരു നല്ല പ്രവൃത്തി, ആ പ്രവൃത്തി നമ്മൾ പിന്തുണ എടുക്കും. അങ്ങനെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മൂപ്പര് അന്ന് രക്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഓട്ടൊക്കെ നടത്തി. ഈ റെയിമിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. വർഷങ്ങൾ ജയിലിൽ കിടന്നൊരു വ്യക്തിക്ക് മുന്നിൽ 24 ചാനലായാലും അതുപോലെ മുന്നിൽ നടന്നൊരു വ്യക്തികളൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ മെയിനായിട്ട് പോയി വാച്ച് അത് നല്ലൊരു ഇതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ആ വ്യക്തിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മൾ അവർ തെറ്റാണ്, മൂപ്പരെ തെറ്റ് സമ്മതിച്ചാണെങ്കിൽ നമ്മൾ മൂപ്പർക്ക് മാപ്പ് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നിയമപരമായ കാര്യം നമുക്ക് പറയാനുള്ള അറിവൊന്നുള്ള വ്യക്തിയല്ലല്ലോ ഞാൻ. അങ്ങനത്തെ അദ്ദേഹം ജയിലിലായിരുന്നു. ഇന്നലെ ജയിലിൽ നിന്ന് മോചനം കിട്ടി, പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല. അദ്ദേഹം കോടതി ഇന്ന് രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. ഒരുപക്ഷെ നിയമത്തിന് മുകളിലാണ് അദ്ദേഹം എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെ ആർക്കും വകവെച്ച് കൊടുക്കില്ല എന്നാണ് കോടതി എല്ലാവർക്കും. ഇന്നിപ്പോൾ മൂപ്പര് തെറ്റ് സമ്മതിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയാണ്. ഇപ്പോൾ ഞാൻ പുതിയ റിപ്പോർട്ട് കണ്ടത് മൂപ്പർക്ക് അത് തെറ്റായി തോന്നി. അപ്പോൾ കോടതിനോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് എന്നത്ര ന്യൂസിൽ അറിഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി അന്നും നമുക്ക് അങ്ങനെ അത്രത്തോളം പറയാനുള്ള അറിവ് നമുക്കില്ല. തെറ്റുകൾ അവർ ഏതൊരു വ്യക്തിയും നല്ല പ്രവർത്തനമുള്ള വ്യക്തികൾ ഒരു പ്രാവശ്യം തെറ്റ് പറ്റും. അപ്പോൾ ആ ഒരു തെറ്റാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും മൂപ്പര്. അതുകൊണ്ട് മൂപ്പര് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും മൂപ്പര് ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോട്ടെ. മാത്രമല്ല ഭാവിയിൽ ആരും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അങ്ങനെ തന്നെയാണ്. അത് എപ്പോഴും തന്നെ സ്ത്രീകൾക്കെതിരല്ല, ആർക്കെതിരെ ബോഡി ഷേമിങ് ഒരു ഇതല്ല. നമ്മളെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ അപ്പം തന്നെ ആ വ്യക്തി പറയുമ്പോൾ അതിന് മാപ്പ് ആ വ്യക്തിനോട് നേരിട്ട് പറയാം. ഇത്ര നീട്ടി കൊണ്ടുപോകേണ്ടൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഇതാണ്. പിന്നെ തുടർച്ചയായിട്ട് മൂപ്പരെ ബുദ്ധിമുട്ടിച്ചവരാണോ പറഞ്ഞാണ് അവർ പറഞ്ഞു, ആ നടി പറഞ്ഞു എത്ര നീട്ടി കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പം തന്നെ പറയൊക്കെ ബുദ്ധിമുട്ടായിന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു എന്നപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇത് കൊടുക്കുമല്ലോ, അമ്മമാർക്കൊരു റിപ്പോർട്ട് ഫേസ്ബുക്കിൽ കൊടുക്കുകയാണ്. പിറ്റേ ദിവസം മൂപ്പരെ തിരുത്തിയാണ് എല്ലാവരും അല്ലെങ്കിൽ ഇതുപോലെ ജനസമൂഹം അതിനെതിരെ പ്രതികരിച്ചാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വൈകിയപ്പോൾ എന്താ അതിൻ്റെ ഒക്കെ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ബേബി ചെമ്മണ്ണൂരെന്ന് പറഞ്ഞാൽ അനുകൂലമാണ്. അയാളൊരു പരോപകാരിയാണ്, ആളുകളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ ഈ സാധാരണ അണിയറോസൊക്കെ പലവലും തൊടാലും പിടിക്കലും തടലൊക്കെ സിനിമാ നടികളല്ലേ, അതില്ലായിരിക്കുമല്ലോ. ബേബി ചെമ്മണ്ണൂരിനെ മാത്രമല്ലല്ലോ സ്പർശിച്ചിട്ടുണ്ടാവും, പലവലും സ്പർശിക്കുന്ന ഒരു സ്ത്രീനെ. ബേബി ചെമ്മണ്ണൂരിനെ മാത്രം അങ്ങനെ പറയാൻ കാരണം എന്താ, അദ്ദേഹം കുറച്ച് സാമ്പത്തിക ശേഷിയും ഒരു വ്യവസായം എന്നതുകൊണ്ടോ. അതാണ് അതിൽ ബേബി ചെമ്മണ്ണൂർ
കുറ്റക്കാരനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീക്കെതിരെ അത്തരത്തിൽ അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ നടത്താൻ പാടുണ്ടോ? അത് അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടില്ല, അത് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അത് ദ്വയാർത്ഥത്തിലല്ല അദ്ദേഹം അയാളെ സ്ഥിരം ശൈലിയിൽ സംസാരിച്ചു എന്നേ ഉള്ളൂ. തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അദ്ദേഹം ജയിലിലായി, അദ്ദേഹം ഇന്ന് മാപ്പ് പറഞ്ഞു. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ പിടിച്ചു, അവർ ജയിലിലിട്ടു, ജാമ്യം പോലും കൊടുക്കാതെ ഇപ്പോൾ ജാമ്യം കൊടുത്തു. പക്ഷേ അയാളെ ദൃഷ്ടിയിൽ അയാൾ അത് ചെയ്തിട്ടില്ല എന്നാണ്. പൊതുജനങ്ങളെ ഇടയിൽ ഇവള് പരാതി കൊടുത്തു, അണി റോസ് പരാതി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അതൊരു ഇഷ്യൂ ആയി. അതുകൊണ്ട് അദ്ദേഹം മാപ്പ് ചോദിച്ചു ചെയ്തു. മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും മാപ്പ് ചോദിച്ച്. സ്വാഭാവികമാണല്ലോ ഇപ്പം ഇന്ന് അതില്ലാത്തൊരവസ്ഥയിലല്ലേ ഏത് ഭാഗത്ത് പോകണമെങ്കിലും സ്ത്രീകളെ മേലിൽ കൈ തട്ടും, അങ്ങനെയൊക്കെയാണ് കലാപരിപാടികളും ഒക്കെ അത് തന്നെയാണല്ലോ. ഇപ്പോൾ സ്റ്റേജ് പൊളിഞ്ഞാടി ഡാൻസ് ആടി ഇതൊക്കെ അത് തന്നെയല്ലേ. ഈ കാലഘട്ടം അങ്ങനെയല്ലേ, 25-ലല്ലേ നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീക്ക് അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ ഡ്രസ്സ് ചെയ്ത് ധരിക്കണം? ട്രസ്റ്റ് ഉണ്ട്, അതിനെന്താ. സ്ത്രീ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇയാൾ ഈശ്വരോർമ്മ പറഞ്ഞ അതേ അവസ്ഥ തന്നെ, മാന്യമായി വസ്ത്രധാരണ ധരിക്കേണ്ടതാണ് എന്നുള്ളതാണല്ലോ അവർ പറഞ്ഞത്. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്ന് മാത്രമേ തെറ്റുള്ളൂ, അല്ല വേറെ പിടിക്കുക വേറെന്ത് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ പീഡന കഥകൾ, 10-62 ആളുകൾ ഒരു ചെറിയ 13 വയസ്സായ കുട്ടീനെ പീഡിപ്പിച്ചു പറഞ്ഞാൽ അങ്ങനത്തെ കേസൊന്നും അല്ലല്ലത്. എനിക്ക് ബേബി ചെമ്മന്നൂരിനോടുള്ള മതിപ്പ്, അയാൾ ഒരുപാട് സഹായസഹകരണ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരിലാണ് ഇയാൾ ഈ വേറെയുള്ള കാര്യങ്ങൾക്ക് അയാൾ സ്വന്തം നടന്ന് പൈസ ഉണ്ടാക്കി. ഇതൊക്കെ ഇയാൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മളെപ്പോലെ നടന്നാൽ പോരാ. അയാൾക്കും ഇത്തരം നല്ല പരിപാടി ചെയ്യുന്ന ഒരു വ്യക്തിനെ തേജോവധം ചെയ്തതിൽ നല്ലതല്ല, നല്ലതിനെതിരാണ് എന്നൊരു അമർഷമുണ്ട്, ശക്തമായ അമർഷമുണ്ട് ഇതിൽ. ആക്ച്വലി പിന്നെ ബോച്ചൻ പോലത്തെ ഒരാൾക്ക് ഇങ്ങനൊരു കേസ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ബോച്ചയ്ക്ക് അനുകൂലമായിട്ടൊരു നിലപാടുണ്ടാവും വിചാരിച്ചു. പക്ഷേ അത്തരത്തിലുള്ളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ അതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കൺഫ്യൂസ്ഡ് ആണ്, കാരണം ഇതെന്താണെന്നുള്ളത് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇത്രയും സീരിയസ് ആക്കേണ്ടതുണ്ടോയെന്ന് ചർച്ച ചെയ്യണമെന്നാണ്. ബോഡി ഷേമിങ് അതൊരു സ്ത്രീക്കെതിരെ നടത്തുന്നത് വളരെ മോശം തന്നെയാണ്. അത് മോശത്തരം തന്നെയാണ്, പക്ഷേ അതൊരു വേറൊരു രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. അതും പറഞ്ഞാലും ഏത് ഭാഗത്താണ് ശരി എന്നുള്ളതും സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് എല്ലാവർക്കും. എന്നാൽ അദ്ദേഹം ജയിലിലായി, അദ്ദേഹം ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടർന്നു. പക്ഷേ നിയമം കോടതിയിൽ നിന്ന് നിരീക്ഷിച്ചത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല. കോടതി വളരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഒരുപക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ, പാവപ്പെട്ടവരാണെങ്കിലും മുതലാളിയാണെങ്കിലും? തീർച്ചയായിട്ടും നിയമം ഒരുപോലെ തന്നെയാണ്. കാരണം ഇന്നലെ ആക്ച്വലി ജാമ്യം കിട്ടിയതാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറമെ ഒരു ചെറിയൊരു കളി കളിക്കുന്നുണ്ട് അവിടെ. രണ്ട് സൈഡിലും പിന്നെന്താ പറയുക, ന്യായമില്ലാത്ത കാര്യങ്ങളുണ്ട്, കണ്ടറിയാം, അത്ര തന്നെ ഉള്ളൂ. താങ്കൾ ബോച്ചയുടെ ആരാധകനാണ്? ആക്ച്വലി ഞാൻ ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള മൂപ്പരെ ചാരിറ്റി ആയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയൊരു ഫാനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇഷ്ടമാണ് അയാളെ. ബോച്ച ഒരു പൂച്ചയായി മാറുന്നൊരു കാഴ്ച വളരെ ദയനീയമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു രീതിയിൽ ഒരു വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യത്തിലായതുകൊണ്ട് അത്ര തന്നെ. അണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്താ? ഒരിക്കലും അത് അവളുടെ ഇഷ്ടമാണ്, അണി റോസിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും ഏത് റിസൾട്ട് എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുമ്പോഴും അത് കേട്ട് നിൽക്കാനുള്ള മനക്കരുത്തുമാണ്, അത്രേ ഉള്ളൂ. ബോച്ച എന്ന് പറഞ്ഞ മനുഷ്യന് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പ് മൈൻഡ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. മൂപ്പരാൾ അങ്ങനെ ഒരു സംഗതി പറഞ്ഞിരിക്കണമെന്ന് കൂടിയിട്ട് പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിൽ ഒരു എന്താ പറയുക, അണി റോസിൻ്റെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടല്ലേ ബോച്ച പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ബോച്ചനെ ഒരു മോശക്കാരനാക്കിയിട്ട് ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ബോച്ച പറഞ്ഞത് ചില ആൾക്കാർക്ക് അത് തെറ്റായി തോന്നാം, പക്ഷേ ബോച്ച പറഞ്ഞതിലും ശരിയില്ലേ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കുമ്പോൾ സമൂഹത്തിൽ ഒരു എന്താ പറയുക, അത്ര പറയാൻ എനിക്ക് കൂടുതൽ കിട്ടും. ഹണി റോസിൻ്റെ വസ്ത്രധാരണമാണ് പ്രശ്നം. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹം ജയിലിലായി, കോടതി നിരീക്ഷിച്ചത് അദ്ദേഹം ഇന്നലെ കോടതി ജയിൽ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ തയ്യാറായില്ല. പക്ഷേ താങ്കൾ ബോച്ചയുടെ ആരാധന? അതെ. ആ ബോച്ച ഇന്നൊരു പൂച്ചയായി ഇല്ല, മാറിയിട്ടില്ല. ബോച്ച എന്നും ബോച്ച തന്നെ. മാപ്പ് പറഞ്ഞല്ലോ അദ്ദേഹം. മാപ്പ് പറയാന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത്, അതുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും,
അത്രേ ഉള്ളൂ. ആരാ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് അതെ, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ. നമുക്ക് താല്പര്യ വിഷയത്തിലല്ലേ നമുക്ക് നിലപാടെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അവരുടെ ഇഷ്ടം. പക്ഷെ ബോബിച്ചനും അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പാടുണ്ടായിരുന്നു. ഞാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഒരു റെലവൻസും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നാളെ നിങ്ങളുടെ നമുക്കൊക്കെ അത്തരത്തിൽ സഹോദരിമാർ അവർക്കൊക്കെ ആ രീതിയിൽ വരാം. അത്തരത്തിലൊരു മാന്യൻ അത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് മോശമല്ല. സമൂഹ മാധ്യമത്തിൽ പറയുന്നത് പൊതുമധ്യത്തിൽ പറയുന്നത് ശരിയാണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ലല്ലോ. വ്യക്തിപരമാണ് എന്നുള്ളതല്ല, വ്യക്തിപരമായി പറഞ്ഞെങ്കിലും അത് പൊതുമധ്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആൾ എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അദ്ദേഹം ചെയ്തതിനുള്ള ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കയറിയല്ലോ, അത്ര തന്നെ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ വെറുതെ ഇടപെടാൻ നിൽക്കരുത്. അതിലൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ കാര്യങ്ങൾ ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ബോഡി ഷെയിം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർക്കാണെങ്കിലും പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമ്മളും ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷേ അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് സാധാരണക്കാരായ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഇത്രയും മാത്രം ഒരു പരിഗണന ലഭിക്കലില്ല. കാരണം ആ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിയമപരമായ വശങ്ങൾ അറിയില്ല. അവരെന്താണ് ആരോടാണ് പറയേണ്ടതെന്ന് അറിയില്ല. അവരിനി ഏതെങ്കിലും ഒരു മുകളിലുള്ള ആളുകളെ പോയി കണ്ടുമുട്ടിയാൽ പോലും അതിനൊരു തീരുമാനം ആവില്ല. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഹണി റോസിൻ്റെ ഒരു കാര്യത്തിൽ വളരെയധികം പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയതിൽ വളരെയധികം എന്താ പറയുക ഒരു വിഷമമുണ്ട് മനസ്സിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ. അങ്ങനെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഹണി റോസിൻ്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടമാണ്. അത് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ നിലപാട്, അവരുടെ ഇഷ്ടമാണ്. അത് സമൂഹം എങ്ങനെ എടുക്കുന്നതെന്ന് അവർ ചിന്തിക്കണം. ഞാനൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അവനവൻ സ്വന്തം ചിന്തിക്കണം. അത് അവനവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ല, ആ നിലപാട് ശരിയല്ല. അല്ല, അത് ശരിയല്ല. അത് ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ ഒരുപാട് ആളുകളെ, പാവപ്പെട്ട ആളുകളെ കൈ ഉയർത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു തെറ്റ് കണ്ടാൽ തെറ്റെന്ന് നമ്മൾ പറയണം. അദ്ദേഹം പറയണത് എല്ലാത്തിനും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഉള്ളതല്ല എൻ്റെ ഉദ്ദേശം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ ഒരു വിഷയം പറയുമ്പോൾ ഇത്രമാത്രം രീതിയിലോട്ട് അത് കൊണ്ടുപോകേണ്ടിയിരുന്നില്ല എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് തന്നെയാണ് ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ജയിലിൽ പോകുന്നു, ഇന്നലെ ജാമ്യം കിട്ടുന്നു. പക്ഷേ ജാമ്യം അദ്ദേഹം കിട്ടിയെങ്കിൽ പോലും പുറത്തിറങ്ങുന്നില്ല എന്ന് കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ നിയമം എല്ലാവർക്കും നിയമത്തിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉള്ളത്. ഓക്കെ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ പോകണം. അതിൽ നമ്മൾ ഒരിക്കലും അത് ചെറിയവനെന്നോ വലിയവനെന്നോ ക്യാഷ് ഉള്ളവനോ ഇല്ലാത്തവനൊന്നുമില്ല. എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കണം. അത് സ്ത്രീ ആയാലും പുരുഷന്മാരായാലും എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെയാണ് സമൂഹത്തിൽ. പ്രവർത്തനങ്ങളൊക്കെ നോക്കി കാണാറുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും കാണലുണ്ട്. വളരെയധികം അദ്ദേഹത്തിനോട് എന്താ പറയുക എക്സ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം വേറൊന്നും ഉണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കമൻറ്റും കാര്യങ്ങളും ഒന്നും ആലോചിച്ചിട്ടല്ല. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതിന് ഞങ്ങൾ അപ്രീഷിയേറ്റ് യെസ് അതിലൊക്കെ നമുക്ക് ഒരു പഞ്ചായത്ത് മെമ്പറും കൂടെയാണ് ഞാൻ. പക്ഷേ അത് നോക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എപ്പോഴും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തന്നെയാണ്. അതേപോലെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കഴിവുകൾ വളരെയധികം അസാധ്യമാണ്. ശരിയാ വെച്ചാൽ വേറെ ഇപ്പോൾ വസ്ത്രധാരണയിലും അതിലും തെറ്റ് പറയാണ്ട് കമന്റിൽ പറഞ്ഞത് അങ്ങനെ വസ്ത്രധാരണ ഒരു ലേഡി ചെയ്യും. ഡ്രസ്സ് ധരിച്ചതിനെ പറ്റിയിട്ടല്ല പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പുള്ളിക്കാരന്. സ്വാതന്ത്ര്യം അങ്ങനെ നമ്മളെ നാട്ടിൽ, അത് വേറെ നാട്ടിലൊക്കെ ഉണ്ട് ഇതുപോലെ. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ നടക്കുമ്പോൾ അത് ആൾക്കാർ എന്തായാലും വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയില്ല. അങ്ങനെ അഭിപ്രായങ്ങളല്ല ആൾക്കാരും പറയുന്നത്. ഇതിന് മാത്രമേ ഉദ്ഘാടന ചടങ്ങിന് മാത്രമാണ് ഇപ്പോൾ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ട്രെൻഡിങ് ഇപ്പോൾ കാട്ടിക്കൊണ്ടുന്ന വേദിയിൽ വന്നാൽ എങ്ങനെയാണ് ഈ ലേഡി തന്നെ എങ്ങനെയാണ് വസ്ത്രധാരണ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നുണ്ട്. ശരീരഭാഗങ്ങൾ മറക്കേണ്ട ഭാഗങ്ങളുണ്ട്, അത് പ്രദർശനത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ടൊരു അധിക്ഷേപം നടത്തുക എന്നുള്ളത് സ്ത്രീകളോട് ചെയ്യുന്നൊരു തെറ്റാണ്, അത് ഓക്കെയാണ്. പക്ഷെ അത് ആ സ്പോട്ടിൽ തന്നെ കംപ്ലൈൻറ്റ് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കംപ്ലൈൻറ്റുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്, അങ്ങനെ പ്രതികരണം ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഇതാക്കേണ്ടതായിരുന്നു. ഇപ്പം വെച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരാളെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ആര് നമ്മൾ അങ്ങനെ ആ ഒരു ആരാധകരല്ല. പുള്ളിക്കാരൻ്റെ ഓരോരോ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. തെറ്റുണ്ട് ശരിയുണ്ട്, രണ്ടും പറയാനുണ്ട്. ആക്ടേഴ്സിൻ്റെ കണ്ടാൽ അപ്പം പ്രതികരിക്കേണ്ടത് അതിനെ പറ്റിയിട്ട്. ഇതിപ്പം വെച്ചിട്ട് ലാസ്റ്റ് വെച്ചിട്ട് പുള്ളി മൂപ്പര പോലത്തെ ഒരാളെ
ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കുമ്പോൾ അതൊരു ഇത് തന്നെയാണ് സംഭവം. അത്ര വലിയൊരു ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിനെക്കാട്ടി ഓരോരുത്തരെ പറ്റി എന്തെല്ലാം പറയുന്നു ഇന്ന് ആൾക്കാർ, ഓരോരോ ആൾക്കാരെ പറ്റിയിട്ടും അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. മനഃപൂർവ്വം എന്ന് പറയാം അതില്ല. എന്നെ ചെമ്മന്നൂരിൻ്റെ ഒരു ഫാൻസാണ്. എന്താ വെച്ചാൽ ജയിലിലായപ്പോൾ വിഷമം തോന്നി. അങ്ങനെ ജയിലിലായതുകൊണ്ട് വിഷമം തന്നെ. ഒരുപാട് ചാറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളല്ലേ. ഇതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്കതിനെ പറ്റി അറിയില്ല. ഏത് വേറുള്ള കാര്യങ്ങൾക്കൊന്നും ഹണി റോസിനെതിരെ ബോഡി ഷേമിംഗ് നടത്തി അദ്ദേഹം. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് ശരിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം ഇന്നലെ ജയിലിലായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയില്ല. പക്ഷേ എല്ലാവരും നിയമം അനുസരിക്കേണ്ട ആളുകളില്ല. അദ്ദേഹം കോടതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് ശരിയായി. അത് അത്രയും നല്ലൊരു ഫാൻസായ ആൾ അങ്ങനെ ചെയ്തത് പിന്നെ കുറച്ച് സമയം വൈകിയത് മോശമായി. എല്ലാവരും പറയുന്നത് മകരജ്യോതി ആയതുകൊണ്ട് ഇന്നലെ ചാനലിൽ ഇത് കിട്ടൂല, അതുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ ഇറങ്ങാതിരുന്നത്. ഇന്ന് എന്താണെന്നല്ല, വക്കീലിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാനാണ് സാധ്യത. അത്രയും നല്ല കോടീശ്വരനായ ഒരാൾ ഇത്ര സമയം വൈകിയതിൽ അതിലും വലിയ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. തീരെ ശരിയില്ല. അത് നമ്മൾ പൊതുവെ ഓരോരുത്തർക്കും ഓരോ വസ്ത്രധാരണം പറ്റും. പക്ഷേ ഒരു പൊതുരംഗത്തേക്ക് വരുമ്പോൾ അതിന് കുറച്ചൊരു മാന്യത കൽപ്പിക്കണം. ആ ഡ്രസ്സ് നമ്മളെ ശരീരത്തിന് യോജിക്കുന്ന ഡ്രസ്സ് എല്ലാവർക്കും കൂടെ ഓരോരുത്തർക്കും ഓരോ സങ്കല്പമാണ്. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ ആക്ടറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ പ്രചോദനം കണ്ടിട്ട് മറ്റുള്ളവരും അതേ രീതിയിൽ വരികയാണ്. അത് നമ്മൾ സമൂഹത്തിന് വിപത്താണ്. പക്ഷേ ബോച്ച നടത്തിയ പരാമർശം ശരിയായിരുന്നു. പരാമർശം ശരിയായെന്ന് ചോദിച്ചാൽ അതൊരു ശരിയായതുമല്ല. ബോച്ച ചെയ്യണ ഒരു ഉപകാരം ഹണി റോസിനെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. ഇന്നലെ ജയിലിലായി. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചു. പക്ഷേ കോടതി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ മുന്നറിയിപ്പ് നൽകി കോടതി. അതൊക്കെ അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് തന്നെയാണല്ലേ മനസ്സിലായി? നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഓരോ വ്യക്തികൾക്ക് ആ സാഹചര്യം വരുമ്പോൾ ആ സംസാരത്തിൽ എന്തോ ഒരു നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടാകും. അതിനത് അദ്ദേഹം മാപ്പും പറഞ്ഞ്. തങ്ങൾ ബോച്ചയുടെ ആരാധകനാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ബോച്ചൻ്റെ ആരാധകനല്ല, ഹണി റോസിൻ്റെ ആരാധകനല്ല. ഉള്ളത് നമ്മളുള്ളത് പോലെ പറയണമല്ലോ. പക്ഷെ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഒന്നും കൂടി രൂപം മാറ്റണം, അത്രേ ഉള്ളൂ. മാന്യമാവാം. ഇല്ല, നല്ലതല്ല. ആ കോലത്തിൽ വരലും നല്ലതല്ല. അഭിപ്രായം പറയലും നല്ലതല്ല. ബോഡി ഷേമിങ് നടത്തരുത്, അത്രേ ഉള്ളൂ. അഭിപ്രായം പറയാം, വ്യക്തിപരമായിട്ട് ബോഡി ഷേമിങ് നടത്തരുതെന്നുള്ളൂ. പറയാൻ പറ്റില്ല. പുള്ളി നല്ലൊരു മനുഷ്യനാണ്, അത്രേ നമുക്ക് പറയാനുള്ളൂ. അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീക്ക് അത്തരത്തിലൊരു പരാമർശം നടന്നത് ശരിയല്ല. പക്ഷേ അത് നിയമ നടപടി പുള്ളി സ്വീകരിക്കേണ്ടി വരും. പക്ഷെ പുള്ളി നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയായിരുന്നു. ഹണി റോസിന്റെ വസ്ത്രദാനത്തെ കുറിച്ച് അതൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അവരുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം കുറച്ച് ഓവറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് ഓവറായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു കുറവിനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജയിലിലായത് ശരിയായി. അത് വേണ്ടതായിരുന്നു വെച്ചാലൊന്ന് വാണിംഗ് കൊടുത്ത് വിടാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുള്ളൂ. അത് അദ്ദേഹം ചെയ്ത് ശരി തന്നെയാണ്. മാപ്പ് പറഞ്ഞ നന്നായി. പക്ഷെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട്. വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാൻ മൊത്തത്തിൽ ഓവറാണോ? ആവാം ഒന്നും കൂടെ. ഹണി റോസിൻ്റെ വിഷയത്തിൽ ബോച്ച അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല. ഒരു ഫാമിലി സ്റ്റാറ്റസ് പ്രകാരം ജീവിക്കുന്ന ഒരു കേരളത്തിൽ ഈ സ്ത്രീകളോട് അങ്ങനെ ആ നിലക്കുള്ള ഒരു സെക്ഷൽ ടച്ച് വരുന്ന സംസാരമൊന്നും പാടില്ല. അയാളൊരു ഒരു സമൂഹത്തിൽ ഉയർന്ന ഒരാളല്ലേ. ആ നിലക്ക് ബോച്ചനെ പോലെ ആളുകൾ അത്തരം പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. ബോച്ച ഇന്നിപ്പോൾ ഒരു മാപ്പൊക്കെ പറയുകയുണ്ടായി. ഒരു പക്ഷേ അദ്ദേഹം ഒരു പൂച്ചയാകുന്ന കാഴ്ചയാണ്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യമല്ല, നമുക്ക് ഇടപെടാൻ കഴിയില്ലല്ലോ. മാപ്പ് പറയലും പറയാതിരിക്കലും അയാളെ വ്യക്തിപരമായ വിഷയമല്ലേ. കോടതി അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം. ഇന്നലെ ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല. ഇന്ന് അദ്ദേഹത്തിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച് വീണ്ടും ജാമ്യം റദ്ദ് ചെയ്യുമെന്നൊക്കെയാണ് കോടതി മുന്നറിയിപ്പ്. അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിയമം എല്ലാവർക്കും ഈക്വലാണ്, എല്ലാവർക്കും ബാധകം തന്നെയാണ്. ഇതില്ല. പക്ഷെ കോടതി കണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ആ പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിന് ജാമ്യത്തിലിട്ടല്ലോ, ഇത് കൊടുത്തല്ലോ, റിമാൻഡ് ചെയ്തല്ലോ. ആ റീസൺ പിന്നെ ജാമ്യം കൊടുക്കാതില്ല. കോടതി കൊടുക്കും. എന്തോ ചെറിയൊരു ലുപ്പ് അതിൻ്റെ കണ്ടുകിടുന്നുണ്ട്. അത് ശരിയല്ല. അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം. അതെ, ഒഴിവാക്കേണ്ടതായിരുന്നു അത്തരം പരാമർശങ്ങളൊക്കെ. പക്ഷേ നല്ലൊരു കീഴ്വഴക്കം ഇനിയുള്ള ആളുകളെങ്കിലും അത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കലെന്ന് തീർച്ചയായിട്ടും. അത് അന്ന് ഹണി റോസ് അന്ന് തന്നെ പ്രതികരിക്കേണ്ടായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കണം. 2-3 മാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിച്ച് അന്ന് തന്നെ പ്രതികരിക്കേണ്ടിയിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ബോച്ച മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ ബോഡി ഷേമിംഗ് നടത്തുന്നത് ശരിയായ നിലപാടാണ്. ബോഡി ഷേമിംഗ് നടക്കുന്നത് ശരിയായ നിലപാടല്ല. എങ്കിലും മാപ്പ് അറിയിക്കുന്ന ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നൊരു തെറ്റേ ഉണ്ടായിട്ടുള്ളൂ.
അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവും, ആരെങ്കിലും പിറകിൽ കൂടിയിട്ടുണ്ടാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ? ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും, പൈസ ഉള്ളവരും ഇല്ലാത്തവരും നിങ്ങളും ഞാനും ഒക്കെ സമന്മാരല്ല. ബോച്ച് പറഞ്ഞത് തെറ്റാന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എൻ്റെത്. ബോഡി ഷെയിം ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എൻ്റെ. അതിനോട് നമ്മൾ അനുകൂലിക്കുന്നില്ല. തെറ്റാണ്, അവൻ പറഞ്ഞത് തെറ്റാന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. ഹണി റോസിന്റെ വസ്ത്രദാനത്തെക്കുറിച്ച് അതൊരു സ്ത്രീകൾക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഡ്രസ്സല്ല അവൾ ധരിക്കണമെന്നുള്ളത് സത്യമാണ്. അതിലൊരു മാറ്റമില്ല. ഒരു സ്ത്രീ എന്നുള്ളൊരു രൂപത്തിലുള്ള ഒരു ഡ്രസ്സേ ധരിക്കാൻ പാടുള്ളൂ. ഇതൊരു മാന്യത വേണം. ഇതൊരു അട്രാച്ച്മെൻ്റ് ഇല്ല. ഒരു അറ്റാച്ച്മെന്റ് ഡ്രസ്സായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ. സ്വാതന്ത്ര്യമാണ്, പക്ഷേ ഇത്തരത്തിൽ പരാമർശം ഈ സോഷ്യൽ മീഡിയ നടത്തുന്നത് അത് ശരിയായ നിലപാടല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടും ഒരു പരിധിവരെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ആരുടെയും പക്ഷം ചേരാനില്ല. പക്ഷേ എത്ര വഷളാക്കിയതിന് പിന്നിൽ എന്താണ് സംഭവം എന്നുള്ള ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. ഹണി റോസും മിതത്വം പാലിക്കേണ്ടതാണ്, അതുപോലെ ബോച്ചയും മിതത്വം പാലിക്കേണ്ടതാണ്. ബോഡി ഷേമിംഗ് ശരിയായോ? ഷേമിംഗ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സമൂഹ മാധ്യമത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിയെ അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ അതും പൊതുജനമധ്യത്തിൽ ഇത്തരത്തിൽ ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ അങ്ങനെ അഭിമാനിക്കും പറയുമ്പോൾ അതിലൊരാൾക്ക് പരാതി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിന് മാതൃകമായിട്ടുള്ള തീരുമാനമാണ് കോടതി കൈക്കൊണ്ടിട്ടുള്ളത്. ഹണി റോസിന്റെ വസ്ത്രദാനത്തെക്കുറിച്ച് അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കുറേയും കൂടി മിതത്വം പാലിക്കേണ്ടത് നല്ലതാണ്. അവരൊക്കെ പബ്ലിക് ഫിഗേഴ്സാണ്. ഇവരെയൊക്കെ അനുകരിക്കാനുള്ള ശ്രമം പുതിയ തലമുറയിൽ നിന്നുണ്ടാവും. അപ്പോൾ അത് ആലോചിക്കേണ്ട വിഷയമല്ലേ. അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പരിധിവരെ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് അവർക്ക് തന്നെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വിഷയമായി വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാവുക. ഈശ്വരനായ ബോച്ച ഇന്നൊരു പൂച്ചയായി കാണുന്നത് അല്ല, അത് നിയമത്തിൽ ആരും അതീതരല്ലല്ലോ. നിയമമല്ലേ അൾട്ടിമേറ്റ്ലി ഉള്ളത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ. കോടതിയുടെ നിരീക്ഷണം, ഇന്നത്തെ നിരീക്ഷണമൊക്കെ ശരിയായി. കാരണം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല. ഇന്ന് അദ്ദേഹത്തിന് രൂക്ഷ വിമർശനമാണ് കോടതി നൽകിയത്. ഒരുപക്ഷെ അതുതന്നെയാണ് തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമത്തിൻ്റെ നിയമവാഴ്ച അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ആർക്കും നിയമത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനോ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ് കോടതി നൽകുന്ന സന്ദേശം. അത് മാതൃകാപരം തന്നെയാണ്. ചെറിയൊരു കാര്യം സംസാരിച്ചതിന് ഇത്ര വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ശരിയായോ എന്നുള്ളത് സംശയമുണ്ട്. രണ്ടാളി ആരാധകരല്ല. ഹണി റോസിന്റെ വസ്ത്രദാനത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് അത്ര ഒരു യോജിപ്പുള്ള രീതിയല്ല. നമ്മളെ രീതിയിൽ നമ്മളെ അഭിപ്രായത്തിൽ ഒരു യോജിപ്പുള്ളതല്ല. മാന്യത ആവാം. ബോച്ച നമുക്ക് ഇഷ്ടമുള്ള ആളാണ്. ബോച്ച ഉയരാണ് ആള്. കാരണം എന്താ? കാരണം വെച്ചാൽ അയാൾ ഒരുപാട് ആളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ആ പാവങ്ങൾക്കൊരു സഹായിയായുള്ള ആളാണ്. പിന്നെ അങ്ങനെ ബോച്ചനെ നമുക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അയാളെ. അതെ അതെ, ജീവകാരുണ്യ പ്രവർത്തനം ഒരുപാട് ചെയ്യുന്നു. അതെ 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 അതുകൊണ്ടൊക്കെ നല്ല ഒരു ക്യാരക്ടറാണ് ആൾ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സ്ത്രീക്കെതിരെ, ഹണി റോസിനെതിരെ ഇത്തരത്തിലൊരു ബോഡി ഷെയിം സംസാരം ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കാൻ വെച്ചാൽ അയാൾ അങ്ങനെ പറഞ്ഞാൽ അതൊരു ആ ഒരു വേഷത്തിലായതുകൊണ്ടായിരിക്കും കണ്ടത് പറഞ്ഞ് പ്രതികരിച്ചായിരിക്കും. അതായിരിക്കും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക. പക്ഷെ കോടതി അതിന് നിയമപരമായി അദ്ദേഹം ജയിലിൽ പോയി. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. ഇന്നലെ ജാമ്യം കിട്ടി. അപ്പോൾ നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. കോടീശ്വരനാണെങ്കിലും എല്ലാവരും ഈ ഒരു നിയമത്തെ അനുസരിക്കണം.